ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു കൗതുകം എന്താന്ന് വെച്ചാൽ വളരെ രസകരമായ ഒരു തെരഞ്ഞെടുപ്പാണ്. നമുക്ക് അങ്ങനെ കൈയടിച്ച് ഇങ്ങനെ കുരച്ചിരിക്കും. 3 മുന്നണികൾ മത്സരിക്കുന്നു. LDF ഭരണ മുന്നണി, UDF പ്രതിപക്ഷ മുന്നണി, NDA ദേശീയ ഭരണ മുന്നണി. ഇതിൽ LDFും പോയാൽ അവർക്ക് ദേശീയ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള സ്ഥാനം പോകും. CPMന് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഭരണം വേണ്ടേ? 4 സംസ്ഥാനത്ത് ഭരണം ഉണ്ടായാൽ മറ്റുള്ളെന്ന് പറഞ്ഞത് 2 സംസ്ഥാനമൊക്കെ ആക്കിയൊക്കെ കൊടുത്ത് പിന്നെ ഒരു സംസ്ഥാനം എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ അതെല്ലാം റെഡിയായി കൊടുത്തത് വാജ്പേയിയാണ്. വാജ്പേയിക്ക് കത്ത് കൊടുത്ത് വാജ്പേയി ഒന്ന് കണ്ണിറക്കിയിരുന്നെങ്കിൽ ദേശീയ പദവി സ്ഥാനം കിട്ടില്ല, ദേശീയ രാഷ്ട്രീയ പാർട്ടി കിട്ടത്തില്ലായിരുന്നു, അരിവാൾ ചുറ്റിയ നക്ഷത്രം ചിഹ്നവും കിട്ടത്തില്ലായിരുന്നു, CPIക്കും കിട്ടത്തില്ലായിരുന്നു. കാരണം ഒന്നിലധികം സ്റ്റേറ്റുകളിൽ വേണം, MP-മാരും MLA-മാരും ഒക്കെ വേണം. അപ്പോൾ കേരളത്തിൽ തോറ്റുപോയാൽ ദേശീയ പദവി നഷ്ടപ്പെടുന്നത് CPMനാണ്. ദേശീയ തലത്തിലുള്ള നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത CPMന് വളരെ കൂടുതലാണ്. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതിലകത്ത് ഇവരാരും പിന്നെ മൈൻഡ് ചെയ്യത്തില്ല. അഖിലേഷ് യാദവോ അല്ലെ മമതാ ബാനർജിയോ സ്റ്റാലിനോ അങ്ങനെ ആരും ഈ ടീമിനെ പിന്നെ മൈൻഡ് ചെയ്യത്തില്ല. അതുകൊണ്ട് ദേശീയ തലത്തിലുള്ള ഒരു നിലനിൽപ്പിനെയും രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയമാണ്, ഒരു അതിജീവനമാണ് LDFനെ സംബന്ധിച്ച്. അങ്ങനെ LDFന് ദേശീയ സ്ഥാനമാണ് പോകുന്നതെങ്കിൽ UDFന് പോകുന്നത് ഒരു അതിജീവനമാണ്. ഒരു പ്രാവശ്യം കൂടി വന്നില്ലെങ്കിൽ, ഇപ്രാവശ്യം UDF വന്നില്ലെങ്കിൽ വലിയ നഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ കേരള കോൺഗ്രസിൻ്റെ വാശി പിടിച്ചു, 2 സീറ്റ് വിട്ടുകൊടുത്തു, വാശി പറഞ്ഞിട്ടോ 2 സീറ്റ് വിട്ടുകൊടുത്തു. വലിയ പരുക്കില്ലാതെ ഇപ്രാവശ്യം സ്ഥാനാർത്ഥി നിർണയം വന്നു. ഒരുപാട് ചെറുപ്പക്കാർക്ക് അവസരം കൊടുത്തു, വനിതകൾക്ക് കൊടുത്തു. ഒരുപാട് നല്ല ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ്. പിന്നെ നമ്മുടെ സതീശൻ്റെ ട്രോളുകളും സതീശൻ്റെ ചില വലിയ നല്ല സൂപ്പറായിട്ടുള്ള സതീശൻ ഷോയും ഒക്കെ ഉണ്ടായിരുന്നു. ഷോ എന്ന് പറഞ്ഞാൽ മോശമായിട്ടല്ല ഞാൻ പറഞ്ഞ, ഒരു നല്ല പ്രകടനം അതാണ്. സതീശൻ്റെ നല്ല പ്രകടനമൊക്കെ ഉണ്ടായിരുന്നു. വലിയ തോതിലുള്ള ഒരു തിരിച്ചുവരവിനാണ് കോൺഗ്രസ് ശ്രമിച്ചത്. കേരളത്തിൽ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വലിയ പ്രത്യാശ വയ്ക്കുന്നത് തിരിച്ചു വരും എന്നുള്ള 10 വർഷം പ്രതിപക്ഷത്തിരുന്നതിൻ്റെ കയ്പും എല്ലാവരും രുചിച്ചതാണ്. അതുകൊണ്ട് തന്നെ തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പിന്നെ പുതുയുഗ യാത്ര നടത്തി, കോൺക്ലേവുകൾ നടത്തി, ഒരുപാട് പരിപാടികൾ നടത്തി, 44 പുതുമുഖങ്ങളെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് രംഗത്തിറക്കി. അതൊക്കെ ചെറിയ കാര്യമല്ല. 80 പേരിൽ 44 പേരാണ് പുതുമുഖങ്ങളെ. 2 വനിതകൾക്ക് സീറ്റ് നൽകിയ ലീഗ് അത്ഭുതം സൃഷ്ടിച്ചു. അങ്ങനെ അതിജീവനത്തിൻ്റെ പുതിയ മന്ത്രങ്ങളുമായിട്ടാണ് UDF ഇപ്രാവശ്യം മത്സരിച്ചത്. അപ്പോൾ തോറ്റുപോയാൽ വലിയ നഷ്ടമായിരിക്കും UDFനുണ്ടാവുക. തുടർച്ചയായി 15 വർഷം സംസ്ഥാനത്ത് ഭരണമില്ലെങ്കിൽ UDFനകത്ത് അങ്കലാപ്പ് വളരെ വലുതായിരിക്കും. ഇനി BJP സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പോരാട്ടമാണിത്. കാരണം അവർ 4% നിന്ന് 19% പോയിട്ട് 16% പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അവർ വീണെങ്കിൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 11 മണ്ഡലങ്ങളുണ്ട്, നിയമസഭാ മണ്ഡലങ്ങളിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ അവർക്ക് കയറാൻ കഴിഞ്ഞെങ്കിൽ, അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായപ്പോൾ 2 നിയമസഭാ മണ്ഡലമായി ചുരുങ്ങിയെങ്കിൽ ഇപ്രാവശ്യത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിന് എത്ര നിയമസഭാ മണ്ഡലം പിടിക്കും? 1 പിടിച്ചാൽ നേരത്തെ ഉള്ളത് അക്കൗണ്ട് തുറന്നു. അങ്ങനെ അല്ല, ഒന്നിലധികം 2, 3, 4, 5 തുടങ്ങി 10 വരെ എത്ര പിടിച്ചാലും BJP അഭിമാനപരമായ ഒരു പോരാട്ടമാണ് BJPക്ക് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് അക്കൗണ്ട് തുറക്കുക മാത്രമല്ല, വളരെ വലിയ രീതിയിലാണ് പോയിരിക്കുന്നത്. ഒരുപാട് ആളുകളെ രംഗത്തിറക്കി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ മത്സരിച്ചു, മുൻ പ്രസിഡന്റ് PK കൃഷ്ണദാസ് മത്സരിച്ചു, മുൻ പ്രസിഡന്റുമാരായ കുമ്മനം രാജശേഖരൻ മത്സരിച്ചു, മുൻ പ്രസിഡന്റായിട്ടുള്ള V മുരളീധരൻ മത്സരിച്ചു, മുൻ കേന്ദ്രമന്ത്രിയായ മുരളീധരൻ മത്സരിച്ചു, നിലവിലെ കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യൻ കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിച്ചു. അങ്ങനെ വലിയ ചലനമുണ്ടാക്കാം. ഒരു സീറ്റെങ്കിലും, ഒരുപാട് സീറ്റ് അവർ പറയുന്നെങ്കിലും ഒരു സീറ്റെങ്കിലും പിടിച്ചാൽ കേരളത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ അവർക്ക് കഴിയും. ഒരു സീറ്റ് പിടിച്ചാലും. പക്ഷേ ഒരു സീറ്റും പിടിച്ചില്ലെങ്കിൽ പൊട്ടിത്തെറിയിലൂടെ പപ്പടം പോലെ പാർട്ടിയാകാനുള്ള സാധ്യതയും കാണുന്നു. അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ, ഒരു പാർട്ടിക്ക് ദേശീയ സ്ഥാനം, അതായത് CPMന് ദേശീയ പദവി, ദേശീയ സ്ഥാനം, കോൺഗ്രസ് സംബന്ധിച്ച് അതിജീവനം, അത് BJP സംബന്ധിച്ച് മാനം, അഭിമാനം. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്ന 3 ഘടകങ്ങൾ. ഇതിൽ ആർക്ക് മാനാഭിമാനത്തോടുകൂടി BJPക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ, അതോ കൂക്കി വിളിച്ചുകൊണ്ട് BJPയെ കയറ്റിയില്ലേ, അക്കൗണ്ടില്ല, മറ്റേ ബാങ്ക് അക്കൗണ്ട് തുറക്കാം എന്നൊക്കെ K മുരളീധരൻ പറയുന്ന പോലെ ബാങ്ക് അക്കൗണ്ട് തുറന്നുകൊണ്ട് വീട്ടിലിരിക്കേണ്ടി വരുമോ, അതോ ഒരുപാട് പേരുടെ അക്കൗണ്ട് തുറക്കുമോ? അതുപോലെ തന്നെ UDF വലിയൊരു തിരിച്ചുവരവ്, 100 സീറ്റ് പിടിച്ചില്ലെങ്കിൽ കാനനവാസത്തിന് പോകും. രാമൻ്റെ പിറകെ പോകുന്നത് പോലെ, സീത പോയതുപോലെ
തീർച്ചയായിട്ടും ലക്ഷ്മണനും ഒക്കെ പോയതുപോലെ വനവാസത്തിന് പിന്നെ സതീശൻ പോകുമ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ കൂടെ പോകുമോ, അതോ പ്രതിപക്ഷ നേതാവ് ആരാകും? അങ്ങനെ തോറ്റുപോയാൽ പ്രതിപക്ഷ നേതാവാകാൻ വീണ്ടും രമേശ് ചെന്നിത്തല വരുമോ, അതോ വിഷ്ണുനാഥിനെ പോലെയുള്ള ചെറുപ്പക്കാർക്ക് കൊടുക്കുമോ, ഇനി അല്ല നമ്മുടെ ഷാഫി പറമ്പലിനെ കേരളത്തിലോട്ട് ഇറക്കുമോ, അതോ സണ്ണി ജോസഫിന് കൊടുക്കുമോ? വളരെ വലിയ ജയിക്കുന്ന ഏത് MLA ക്കായിരിക്കും കൊടുക്കുക? തോറ്റുപോയാൽ, അതായത് UDF വന്നില്ലെങ്കിൽ അവരുടെ പ്രതിപക്ഷ നേതാവ് ആര്? ഇനി LDF വന്നില്ലെങ്കിൽ അവരുടെ പ്രതിപക്ഷ നേതാവും ഒരു പ്രശ്നമാണ്. പിണറായി വിജയൻ ഒരു പ്രതിപക്ഷ നേതാവായിരിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല, അറസ്റ്റിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ ബാലഗോപാൽ തോറ്റുപോയാൽ, രാജീവ് തോറ്റുപോയാൽ, MP രാജേഷ് തോറ്റുപോയാൽ ആരാണ് പിന്നെ പ്രതിപക്ഷ നേതാവ്? ഇനി ഇവരാരെങ്കിലും ജയിച്ചാൽ ഇവരിൽ ആരാണ് പ്രതിപക്ഷ നേതാവ്? അപ്പോൾ പ്രതിപക്ഷ നേതാവ് സ്ഥാനവും ഭരണപക്ഷ സ്ഥാനവും മുഖ്യമന്ത്രി സ്ഥാനവും പാർട്ടികളുടെ സ്ഥാനങ്ങളും മാനവും അഭിമാനവും എല്ലാം കൂടി ചക്ക കുഴയും പോലെ കുഴച്ചു വച്ചിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആർക്ക് സ്ഥാനം പോകും, ആർക്ക് മാനം പോവും, ആരതിജീവിക്കുമെന്നുള്ളത് നമുക്ക് പ്രളയം പോലെ, കോവിഡ് പോലെ, ഉരുൾപൊട്ടൽ പോലെ അങ്ങനെ പ്രവചിക്കാൻ കഴിയുന്നതല്ല. എല്ലാവരും അതിജീവിക്കാൻ കഴിയില്ല. ഏതെങ്കിലും തീർച്ചയായിട്ടും UDF വന്നാൽ അവർ അതിജീവിച്ചു, LDF വന്നാൽ അവർക്ക് സ്ഥാനം നിലനിർത്താനായി, BJP വന്നാൽ മീൻസ് അധികാരത്തിലല്ല, കുറച്ച് സീറ്റ് പിടിച്ചാൽ അവർക്ക് മാനം കിട്ടും. അപ്പോൾ 3 പേർക്ക്, ഒരുത്തർക്ക് മാനം, ഒരുത്തർക്ക് സ്ഥാനം, ഒരുത്തർക്ക് അതിജീവനം. ഇതിലേതാണ് ആർക്കൊക്കെയാണ് നഷ്ടപ്പെടുന്നതെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം.